അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഹരിയാന സഖ്യം നോക്കാം. ഓൾ ടുഗദർ ടോട്ടൽ സീറ്റ് 90, കോൺഗ്രസ് 65, ബിജെപി 22, ജെജെപി ഒന്നുമില്ല, INLD മറ്റുള്ളവർ 2. ഇനി ജമ്മു കാശ്മീരിലേക്ക് ടോട്ടൽ സീറ്റ് 90, ഇന്ത്യ സഖ്യം 45, ബിജെപി 28, PDP 5, ആം ആദ്മി പാർട്ടി മറ്റുള്ളവർ 12, മറ്റുള്ളവർ 12, ഈ 12 പേര് ചരിത്രം എഴുതും മാഷുയി. ഇപ്പോ ഈ 12 പേർ ചരിത്രം ഈ എഴുതും. 10 വർഷം ഭരിച്ചാൽ തോറ്റുപോകുന്നുള്ളത് ഇവിടെ വാദമാണ് സ്കെൻ. ഇവിടെ വാദമല്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ CM എങ്ങാണ് ഇത് കണ്ടു, മുഖ്യമന്ത്രി വല്ലതും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ആഘോഷ തിരയടക്കം ലഡുക്കൾ മറിയുന്നു. അവിടെ കോൺഗ്രസ് പതാക മറ്റേത് പറഞ്ഞു മഞ്ഞലഡുവിന്റെ പ്രവാഹം, മഞ്ഞലഡു പ്രവാഹം, കൽക്കണ്ടങ്ങൾ നിറച്ച മുന്തിരികൾ നിറച്ച ലഡു. ഹരിയാനയിൽ കോൺഗ്രസ് 67, BJP 67, BJP 67, 67 കോൺഗ്രസ് 20, BJP 67, കോൺഗ്രസ് 20, BJP 20. ഒരു മണിക്കൂറാണ് 9-2 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി 9 മണിയാകുമ്പോഴേക്കും ഇതാണ് ട്രെൻഡെങ്കിൽ ഇതെന്നല്ലോ അച്ചോട്ടാണ്, ഇത് ട്രെൻഡാണ്. ഇപ്പോഴൊരു വാർത്ത, ഒരു മണ്ഡലത്തിൽ ഒമർ അബ്ദുള്ള പിന്നിലാണ്, ഗന്ദർബാലിൽ ഒമർ അബ്ദുള്ള പിന്നിലാണെന്ന് വാർത്ത വരുന്നു. ഇത്തിഹാദ് പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി ഒമർ അബ്ദുള്ളക്ക് 2 മണ്ഡലങ്ങളിൽ കനത്ത ഭീഷണിയാണ്. ആ ഭീഷണിയെ ഒരിടത്ത് അതിജീവിച്ചിട്ട് ജയറാം രമേശ് AICC ആസ്ഥാനത്ത് ആഹ്ലാദ പ്രകടനം, മഞ്ഞലെടുക്കളുടെ പ്രവാഹം. ഡൽഹി മാർക്കറ്റിൽ മഞ്ഞലെടു കിട്ടാനില്ല. മഞ്ഞലടു ക്ഷാമം, കൊടും ക്ഷാമം. മഞ്ഞലടു കിട്ടുന്നില്ല, കൽക്കണ്ടം കിട്ടുന്നില്ല. അവിടെ കാവിലടു ബാക്കിയുണ്ട്, വേണം കാവിലടു, അത് കയ്യിലിരിക്കട്ടെ. വേണ്ട മിസ്റ്റർ വിജയകുമാർ ഇപ്പൊ ഭുവിന്ദർ കൂട കോൺഗ്രസിന്റെ ഫയൽവാൻ മുഖ്യമന്ത്രി ഉറപ്പ്. ഒരു തർക്കം വേണ്ട കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഫയൽമാനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, എന്ന് പറഞ്ഞാൽ ഹരിയാനയുടെ അതായത് 67-20 കേവല ഭൂരിപക്ഷം മറികടന്നു. ഹരിയാനയിൽ 20 സീറ്റ്, വിജയകുമാർ ഹരിയാന അല്ല ജമ്മു കാശ്മീർ. സീറ്റിന് ഒരു 100 സീറ്റിന്റെ ബലമാണ്. കേവല ഭൂരിപക്ഷം. ജമ്മു കാശ്മീരിലെ ബിഗ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് 46 സീറ്റുകൾ, 46 ടോട്ടൽ സീറ്റ്സ് 90. ഇന്ത്യ സഖ്യം ബിജെപി ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പില് അതായത് 9-5 ആയപ്പോഴേക്കും അതിന്റെ രാഷ്ട്രീയ കൗതുകം അവസാനിക്കുകയാണ്. എന്താ പറയുക സ്കെൻ 67 നേടി അവിടെ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. ഇന്ത്യ സഖ്യം 46 സർക്കാർ രൂപീകരിക്കും. അപ്പൊ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ബാക്കി കാണണ്ടേ? കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫലം മറിയുന്നു. ഇല്ല, മറിയുന്നില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ജമ്മു കാശ്മീരിൽ എന്ത് സംഭവിക്കുന്നത് മാത്രമല്ല. ഒരു കാര്യം മാത്രം പറയാം, ഹരിയാനയിൽ BJP സഖ്യം ആട്ടാപടലം വീണു, തകർന്നടിഞ്ഞു. BJP ആസ്ഥാനം ശോകമുഖം. ക്യാപിറ്റൽ സിറ്റിയിലുള്ള BJP ആസ്ഥാനം ശോകമുഖം. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശോകമുഖമായി BJPയുടെ കേന്ദ്ര ആസ്ഥാനം. അവർക്ക് കരച്ചിൽ നടക്കാൻ കഴിയില്ല. വികാരഭരിതമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് പോകാൻ അല്പം സമയം കഴിയേണ്ടി വരും. പക്ഷേ മോഡി മുൻകൂട്ടി കണ്ടു. ഇത് മോഡി മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. കാശ്മീരിലും ഹരിയാനയിലും 4 റാലി. കാശ്മീരിൽ 4, ഹരിയാനയിൽ 4. അത്രയും പോയി തോപ്പിച്ചില്ല. ഒരുപാട് BJPക്ക് അവിടെ ജമ്മുവിൽ മാത്രമാണ് അവർ മത്സരിച്ചത് തന്നെ കാര്യമായിട്ട്. അവിടെ BJP കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം 27 എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം അറിയിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതിനിധി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ BJPയെ കോൺഗ്രസ് മലർത്തിയടിച്ചു. ഒരു തിരുത്ത്, മലർത്തി കമഴ്ത്തി അടിച്ചു. ഹരിയാനയുടെ ദങ്കൽ കോട്ടകളിൽ, ഹരിയാനയുടെ ഗുസ്തി റിങ്ങുകളിൽ BJPയെ മലർത്തിയടിച്ച് കോൺഗ്രസിന്റെ അശ്വമേധം കമഴ്ത്തൽ പറഞ്ഞില്ല, കമഴ്ത്തിയും ഹരിയാന സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം ആഞ്ഞടിച്ചിരിക്കുന്നു അല്ലേ? ഹരിയാനയിൽ